നമസ്കാരം. അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഏകബന്ധനമുള്ള ആൽക്കൈനുകളുടെ നോമൻക്ലേച്ചർ അഥവാ നാമകരണമായിരുന്നു. അതിൽ നമ്മൾ ഒരു ഉദാഹരണം എടുത്താൽ ഇപ്പൊ ഹെക്സൈൻ എടുക്കാം, അല്ലെ ഹെപ്റ്റൈൻ എടുക്കാം. ഹെപ്റ്റൈൻ 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 എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈനാണ് ഹെപ്റ്റൈൻ. ഹെപ്റ്റൈനിൽ പിന്നെ ശാഖകൾ ഉണ്ടായി. നമ്മൾ 2-methyl ഹെപ്റ്റൈൻ, 2,3-dimethyl heptane, 2,3,4 trimethyl heptane, 2,2,3,3 tetramethyl heptane. അപ്പൊ ഇത്തരത്തില് നമ്മൾ ആ എല്ലാ തരം ശാഖകളെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഇവിടെ ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോകാർബൺ ആണ്. ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോകാർബണിനെ നമ്മൾ ആൽക്കീനുകൾ എന്നാ പറയുന്നത്. അവസാനത്തെ പേര് അവസാനിക്കുന്നത് ഈനിലാണ്, ENE, ആൽക്കീനുകൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാർബണിന്റെ എണ്ണം എത്രയുണ്ടോ അതിന്റെ ഇരട്ടിയായിരിക്കും ഹൈഡ്രജന്റെ എണ്ണം. വളരെ സിമ്പിളാണ്. കാർബണിന്റെ എണ്ണം എത്ര എണ്ണമുണ്ടോ അതിന്റെ ഇരട്ടിയായിരിക്കും ഹൈഡ്രജന്റെ എണ്ണം. CnH2n എന്ന് പറയുന്ന സമവാക്യമാണ്. ആൽക്കീനുകളുടെ പൊതുവാക്യം CnH2n ആണ്, നമ്മൾ പഠിച്ചത് അതൊക്കെ. അപ്പൊ ഇവിടെ C4H8 എന്ന് പറയുന്ന സംയുക്തം, ആ സംയുക്തത്തെ നമ്മൾ വിപുലീകരിച്ച് എഴുതാൻ പോവുക. ഇതിന്റെ ആൽക്കൈൻ ആണെങ്കിൽ എന്ത് വരും? C4H10 വരിക, CnH2n+2. അപ്പൊ ഇത്തരത്തിൽ ഒരു സംയുക്തത്തെ നമ്മൾ ദ്വിബന്ധനമുള്ള ആൽക്കൈനുകളാക്കി മാറ്റാൻ പോവാണ്. നോക്കുക, ദ്വിബന്ധനം എന്ന് പറഞ്ഞാല് അപൂരിത ഹൈഡ്രോകാർബണുകളാണ്, ഓർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണുകൾ എന്നുകൂടി പറയും. നിങ്ങൾ ഇവിടെ നോക്ക്, ഞാൻ ഈ സംയുക്തത്തെ, ഇതിപ്പോ ആൽക്കൈൻ ആണ്, C4H10 ആണ്. ഈ C4H10 എന്ന് പറയുന്ന ആൽക്കൈനെ ഞാൻ ആൽക്കീനാക്കി മാറ്റാൻ പോവാ. അഥവാ C4 ആൽക്കീൻ ആവണമെങ്കിൽ എന്ത് വേണം? H8 ആക്കണം, C4H8. അപ്പൊ നോക്കുക, ഈ സംയുക്തത്തിൽ ഒരു ദ്വിബന്ധനം ഉണ്ടായിരിക്കണം. ദ്വിബന്ധനം എന്ന് പറഞ്ഞാൽ 2 ജോഡി ഇലക്ട്രോണുകളെ തമ്മിൽ പങ്കുവെച്ചുണ്ടാകുന്ന ബന്ധനമാണ്. അപ്പോ ഞാനിതാ ഇവിടെ നോക്ക്, ഇവിടെ ദ്വിബന്ധനം ഇട്ടു. ഇവിടെ ദ്വിബന്ധനം ഇട്ടാൽ സാധാരണ ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനില് ഇവിടെ ഒരു ഹൈഡ്രജൻ കുറയും, ഇവിടെയും ഒരു ഹൈഡ്രജൻ കുറയും. അപ്പൊ CH3 CH2 ആയി. നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ദ്വിബന്ധനത്തിന്റെ 2 ഭാഗത്തും ആൽക്കൈനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഓരോ ഹൈഡ്രജൻ കുറയും. നോക്ക്, ഈ അറ്റത്താണ്, ഇവിടെയാണ് വന്നതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, CH3 CH2 ആയി. ഇവിടെ CH2 CH ആയി മാറി. ഇപ്പൊ ഈ സംയുക്തം C4H8 ആണ്. നോക്കുക, കാർബൺ 1 2 3 4 C4. H8 ആണ്, 3 5 6 ഹൈഡ്രജൻ, 2 8 ഹൈഡ്രജൻ. അപ്പോ ഇതാണ് ഈ സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം, തന്മാത്ര സൂത്രം ഓർ മോളിക്കുലാർ ഫോർമുല, അല്ലെങ്കിൽ തന്മാത്രാവാക്യം. ആ തന്മാത്രാവാക്യത്തെ ഘടനാവാക്യമായി എഴുതിയതാണ്, ആ തന്മാത്രയുടെ ഘടനയുടെ രൂപത്തിൽ എഴുതിയതാണ് ഇത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും. നോക്ക്, ഇനി നമ്മൾ C4H8 നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇതിന്റെ പേര് IUPAC നാമം നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. IUPAC നാമം, ഇതിപ്പോ ദ്വിബന്ധനമുള്ള സംയുക്തമാണ്. ആ ദ്വിബന്ധനമുള്ള സംയുക്തത്തിന് IUPAC നാമത്തിന് IUPAC ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ആ നിയമം ഇതാണ്: പദമൂലം അഥവാ വേർഡ് റൂട്ട് പ്ലസ്. ഇവിടെ എത്ര കാർബൺ ആറ്റമാ ഉള്ളത്? 1 2 3 4. അപ്പോ ഈ 4 കാർബൺ ആറ്റം ഉള്ളതിന് നമ്മൾ എന്ത് പറയും? ബ്യൂട്ട് എന്നാണ് നമ്മൾ പറയുക. എന്തിന് ബ്യൂട്ട് എന്ന് പറയുന്നത്? അതാണ് പദമൂലം അഥവാ വേർഡ് റൂട്ട്. പ്ലസ് ബ്യൂട്ട് കഴിഞ്ഞാൽ ഹൈഫൻ ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഹൈഫൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒരു വര. ആ വര എന്തിനാ? അക്കത്തെയും അക്ഷരത്തെയും വേർതിരിച്ചെഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഈ വര ഇടുന്നത്, ഹൈഫൻ. ദ്വിബന്ധനത്തിന്റെ സ്ഥാനം, ഇപ്പൊ ദ്വിബന്ധനം എവിടെയാണ്, അത് എത്രാമത്തെ കാർബണിലാണ് ദ്വിബന്ധനം എന്ന് പറയണം. ഇവിടെ 1ാമത്തെയും 2ാമത്തെയും കാർബണിന്റെ ഇടയിലാണ് ദ്വിബന്ധനം. 1ന്റെയും
രണ്ടിന്റെയും ഇടയിലാണ് ദ്വിബന്ധനം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നിനും രണ്ടിനും ഇടയിലാണെങ്കിൽ 1 എന്ന് പറയാം. അതിലെ ചെറിയ സംഖ്യയായ 1 എടുക്കാം. കേട്ടല്ലോ? അപ്പൊ 2നും 3നും ഇടയിലാണ് ദ്വിബന്ധനമായിരുന്നെങ്കിൽ എന്തെടുക്കും? 2 എടുക്കും. 2നും 3നും ഇടയിലാകുമ്പോ അതിലെ ചെറിയ സംഖ്യ 2. ഇവിടെ 1നും 2നും ഇടയിലാണ്, അതുകൊണ്ട് അതിലെ ചെറിയ സംഖ്യ 1. ബ്യൂട്ട് 1. ദ്വിബന്ധന സ്ഥാനം നമ്മൾ എഴുതി. ഹൈഫൺ ഇട്ടു. പിൻ പ്രത്യയം സഫിക്സ് എന്ന് നമ്മൾ പറയും. അതായത് ഇത് ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോ കാർബൺ ആണ്, അഥവാ ആൽക്കീൻ ആണ്. ആൽക്കീന്റെ പിൻ പ്രത്യയം, അതായത് അവസാനത്തെ അക്ഷരങ്ങൾ, അതായത് തറവാട്ട് പേരാണല്ലോ ആൽക്കീൻ. ആ തറവാട്ട് പേരിന്റെ അവസാനത്തെ 3 അക്ഷരമാണ് ഇവിടെ നമ്മൾ പിൻ പ്രത്യയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പറയുന്നു? ഈൻ എന്ന് പറയുന്നു. ഈൻ. അപ്പൊ എന്ത് പേര് വന്നു? ഇത് ഇംഗ്ലീഷ് എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതും? ബ്യൂട്ട് -1 ഈൻ. ബ്യൂട്ട് 1 ഈൻ എന്നാണ് ഈ സംയുക്തത്തിന്റെ IUPAC നാമം. കണ്ടല്ലോ? അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നമ്മൾ എടുത്തു. വളരെ എളുപ്പമാണിത്. ഓരോന്നിനും ഓരോ നിയമം. ആൽക്കൈന്റെ പേര് പറയുമ്പോൾ നമ്മൾ മറ്റൊരു നിയമത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ ചെയ്ത് പഠിച്ചു. ആൽക്കീൻ വന്നപ്പോ അതിന്റെ നിയമം മാറി. ആദ്യം പദമൂലം പറയണം, ഫുള്ള് പറയണ്ട. ബ്യൂട്ടൈൻ എന്ന് പറയാൻ പറ്റില്ല, ബ്യൂട്ട് എന്ന് മാത്രം പറയുക. പിന്നെ ഹൈഫൻ ഇട്ടിട്ട് ദ്വിബന്ധനം എവിടെയാണെന്ന് പറയുക. അപ്പൊ ഇവിടെ ദ്വിബന്ധനം ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിന്റെ ഇടയ്ക്കാണ്. അപ്പോ നമ്മൾ അതിന് 1 എന്ന് പറഞ്ഞു. ഹൈഫൻ ഇട്ടിട്ട് ഇത് ഏത് തറവാട്ടിലെ അംഗമാണ്? ആൽക്കീൻ കുടുംബത്തിലെ അംഗമാണ്. അപ്പോ ഈൻ എന്ന് പേരിട്ടു. അപ്പൊ ബ്യൂട്ട് 1 ഈൻ എന്നാണ് ഈ സംയുക്തത്തിന്റെ IUPAC നാമം. നമുക്ക് മറ്റൊരു സംയുക്തം ഉദാഹരണമായിട്ട് എടുക്കാം. അടുത്ത സംയുക്തം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം പറയേണ്ടത് എന്താന്ന് പറഞ്ഞാല് ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇതില് 1 2 3 4 5. ഇതിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നില്ല. ഈ ദ്വിബന്ധനത്തിലും ത്രിബന്ധനത്തിലും ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബണുകളുടെ പേര് പറയാനില്ല. അതുകൊണ്ട് നമുക്ക് ആ മെയിൻ ചെയിൻ ഇവിടെ ഇല്ല. ആൽക്കൈനിൽ മാത്രമേ നമ്മൾ ഇപ്പൊ പഠിക്കുന്നതിൽ മെയിൻ ചെയിൻ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ കാർബണിന്റെ എണ്ണം 1 2 3 4 5 ആണ്. അപ്പൊ 5ന്റെ പദമൂലം എന്താ? വേർഡ് റൂട്ട് പെൻഡാണ്. പെൻഡ്. ഓക്കെ, അത് മനസ്സിലായി. ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറയണം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ 1 2 3ന്റെയും 4ന്റെയും ഇടയിലാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എണ്ണുന്നതെങ്കിൽ 1 2 3. അപ്പൊ 2ന്റെയും 3ന്റെയും ഇടയിലാണ് അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ. ഇവിടുന്ന് എണ്ണിയാൽ 3ന്റെയും 4ന്റെയും ഇടയാ. അപ്പൊ എവിടുന്ന് എണ്ണേണ്ടത്? ഇവിടുന്ന് എണ്ണണം. 1 2 3. ഇങ്ങനെ നമ്പർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. 4 5 നമുക്ക് പെട്ടെന്ന് മനസ്സിലായാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുന്നുള്ളതാണ് 2ന്റെയും 3ന്റെയും ഇടയിലാണ്. അപ്പൊ ശാഖ ഏതെടുക്കുക? ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 2 എന്ന് എടുക്കണം. 2ന്റെയും 3ന്റെയും ഇടയ്ക്ക് വന്നാല് 2 എന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, ദ്വിബന്ധന സ്ഥാനമായി ഹൈഫൻ മഡലോ. പിൻപ്രത്യയം എന്താണ്? ഈ കുടുംബം ദ്വിബന്ധനമുള്ള കുടുംബമാണ്. ദ്വിബന്ധനമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ആൽക്കീൻ. ദ്വിബന്ധനമുള്ള കുടുംബം എന്ന് പറയുന്നതാണ് ആൽക്കീൻ കുടുംബം. അവരുടെ പിൻപ്രത്യയം, അതായത് അവസാനത്തെ 3 അക്ഷരം ഏതാണ്? ഈനാണ്. ഈ പിൻപ്രത്യയം ഈ. അപ്പൊ നമുക്ക് പേര് പറയാനുള്ള എല്ലാമായി. കാർബൺ പദമൂലം എന്തായിരുന്നു പറഞ്ഞത്? നോക്ക്, പെൻഡാണ്. പെൻഡ് പദമൂലം നമ്മൾ എഴുതി. ഹൈഫൺ. ദ്വിബന്ധനത്തിന്റെ സ്ഥാനം ഞാൻ പറഞ്ഞു 2ന്റെയും 3ന്റെയും ഇടയിലാണ്. അപ്പൊ 2 എന്ന് എഴുതി. പെൻഡ് 2 ഈ. പിന്നെ നമ്മൾ ഹൈഫൻ ഇട്ടു. പിൻപ്രത്യയം ഈ. അപ്പൊ കഴിഞ്ഞു. പെൻഡ് 2 ഈ. അത് ഇംഗ്ലീഷിൽ ഞാൻ എഴുതാം. പെൻഡ് 2 ഈ. പെൻഡ് 2 ഈ. അപ്പൊ പെൻഡ് 2 എൻ കിഴങ്ങ് കിട്ടി. ഫസ്റ്റിൽ നമ്മൾ വേർഡ് റൂട്ട് എടുക്കുന്നു. വേർഡ് റൂട്ട് കഴിഞ്ഞാൽ ഇത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ഇറ്റ്സ് ആൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇറ്റ്സ് എ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദിസ് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഈസ് ആൽക്കീൻ. ആൽക്കീൻ ഫാമിലിയിലെ മെമ്പർ ആണ് ഇത്. കാരണം എന്താ അങ്ങനെ മെമ്പർ എന്ന് പറയാൻ കാരണം എന്താ? ഇതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, ദ്വിബന്ധനമുണ്ട്. അപ്പൊ ദ്വിബന്ധനമുള്ള എല്ലാ കോമ്പൗണ്ട്സും ആൽക്കീനുകളാണ്.
അപ്പൊ നെയിം പറയുന്നത് ഫസ്റ്റില് ഈ കോമ്പൗണ്ടിന്റെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് വേണം? പദമൂലം കണ്ടുപിടിക്കാൻ. അതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക. അപ്പൊ 5 കാർബണാ ഉള്ളത്. 5 കാർബൺ ആവുമ്പോൾ നമ്മൾ പെന്റിൽ തുടങ്ങും, പെന്റ്. പിന്നെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, ദാറ്റ് ഈസ് 1, 2ന്റെയും 3ന്റെയും ഇടയ്ക്കാണ്. അവിടെ ഇങ്ങോട്ടാണ് നമ്മൾ എണ്ണേണ്ടത്, ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. അപ്പോ എന്നാൽ മാത്രമേ 2 എന്ന് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ 3ന്റെയും 4ന്റെയും ഇടയ്ക്ക് എന്ന് പറയേണ്ടി വരും. അപ്പൊ 3 എടുക്കണം. അപ്പൊ ചെറിയ സംഖ്യക്ക് കഴിവതും നമ്മൾ പറയണമെന്നാണ് IUPAC പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പെന്റ് 2 അവസാനം ഈ പിൻ പ്രത്യയം ഓർ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി നെയിമിന്റെ അവസാനത്തെ 3 അക്ഷരമാണ് നമ്മൾ സഫിക്സ് ആയിട്ട് എടുക്കുക. സോ ഇറ്റ് ഈസ് ഈൻ. പെന്റ് 2 ഈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ നെയിം, IUPAC നാമം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ബ്രാഞ്ചസ് ഇല്ല, ശാഖയില്ല ഡബിൾ ബോണ്ട് കോമ്പൗണ്ടിൽ. ഓക്കെ, നമുക്ക് ഇനി ത്രിബന്ധനമുള്ള സംയുക്തത്തിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ത്രിബന്ധനമുള്ള സംയുക്തത്തെ പറയും. ത്രിബന്ധനമുള്ള സംയുക്തം എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ഇറ്റ്സ് ആൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ ആ കുടുംബത്തിന്റെ ഫാമിലി നെയിം ആൽക്കൈൻ ആണ്. വൈനിയിൽ അവസാനിക്കുക, ആൽക്കൈൻ എന്ന് അവസാനിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. നിബന്ധനത്തിനു പകരം ത്രിബന്ധനം എടുക്കുന്നു, ആ സ്ഥാനം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാ വ്യത്യാസം വരിക? നിബന്ധനത്തിനു പകരം ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും, ത്രിബന്ധനമായിരിക്കും. ദെൻ ഫാമിലി നെയിം അല്ലെങ്കിൽ പിൻപ്രത്യയം അഥവാ സഫിക്സ് എന്ന് പറയുന്നത് വൈനി ആയിരിക്കും ഈ ഫാമിലിയുടെ നെയിം എഴുതുമ്പോൾ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതേണ്ട രീതിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്, ഒരു സംയുക്തം എഴുതിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ പേര് ബ്യൂട്ടൈൻ എന്നാണ്. ബ്യൂട്ടൈനിൽ നിന്ന് നമ്മൾ എഴുതി ത്രിബന്ധനമുള്ള ഒരു സംയുക്തം എങ്ങനെയാണ് നമ്മൾ എഴുതാന്നാ നോക്കുന്നത്. ഞാൻ ആദ്യം ഇതെല്ലാം ഏകബന്ധനമുള്ള സംയുക്തമാണ്. ഇറ്റ്സ് എ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അഥവാ ആൽക്കൈൻ കുടുംബത്തിൽ വരുന്ന ഒരംഗമാണിത്. ആൽക്കൈൻ കുടുംബമാണ് ഇത്. C4H10 ആണ് ഈ കോമ്പൗണ്ട്. ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കാൻ പോകുന്നു? ത്രിബന്ധനമുള്ള ഒരു സംയുക്തമാക്കി മാറ്റി എഴുതാൻ പോവാണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ആദ്യമായിട്ട് ഇതെല്ലാം ഏകബന്ധനം, ആദ്യം ദ്വിബന്ധനമുള്ള സംയുക്തമാക്കി മാറ്റി. നോക്കുക നിങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ്. ഇവിടെ ഞാൻ ദ്വിബന്ധനം ഇട്ടു. അപ്പൊ ദ്വിബന്ധനം ഇടുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഹൈഡ്രജൻ കുറയ്ക്കണം. ഇത് CH2 എന്നുള്ളത് CH1 ആയി, ഇവിടെ CH3 എന്നുള്ളത് CH2 ആയി. അപ്പോ ദ്വിബന്ധനം, ഏകബന്ധനം ദ്വിബന്ധനമാകുമ്പോൾ 2 സൈഡിലും ഓരോ ഹൈഡ്രജൻ കുറവ് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ അത് ത്രിബന്ധനമാക്കാൻ പോവാം. അതാ 3 വര കൊടുത്തു. 3 വര എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് വെച്ചാല് ഈ കാർബണും 3 ജോഡി ഇലക്ട്രോണുകള് 3 pairs ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു എന്നാണ് മീനിങ്. അങ്ങനെ ത്രിബന്ധനം എഴുതുമ്പോ വീണ്ടും ഒരു ഹൈഡ്രജൻ കൂടി ഒഴിവാക്കണം 2 സൈഡിൽ നിന്നും. ഇപ്പൊ ഇവിടുത്തെ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി എഴുതി. ഇപ്പൊ കോമ്പൗണ്ട് കറക്റ്റ് ആണ്. അപ്പൊ ഇത് C4H6 എന്നായി. C4H6 നോക്കൂ, ഇതൊരു ത്രിബന്ധനമുള്ള സംയുക്തമാണ്. ത്രിബന്ധനത്തിന്റെ ആദ്യം ഉണ്ടായിരുന്നതിലെ അപ്പുറത്തും ഇപ്പുറത്തും യഥാർത്ഥത്തിൽ 2 വീത ഹൈഡ്രജനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതി. നോക്കുക, ഇപ്പൊ ഈ കോമ്പൗണ്ടിന്റെ വാലൻസി അഥവാ സംയോജകത എങ്ങനെയാണ് നമുക്ക് നോക്കുക. ഈ C എടുക്ക്. ഈ കാർബണുമായിട്ട് ഒരു ബന്ധം, ഈ കാർബണുമായിട്ട് 3 ബന്ധം, 3 1 4. സംയോജന കറക്റ്റ് ആണ്. ഈ കാർബൺ എടുത്തോളൂ. ഈ കാർബണിന് ഹൈഡ്രജനുമായിട്ട് ഒരു ബന്ധം, ഈ കാർബണുമായിട്ട് 3 ബന്ധം. അപ്പൊ 3 1 4 എല്ലായിടത്തും കറക്റ്റ് ആണ്. ഇനി ഇതിന്റെ പേര് ഇതേ നിയമം തന്നെ. ഇതെന്താ, എത്ര കാർബൺ ഉണ്ടെന്ന് പറയാം? 1 2 3 4. കാർബണിന്റെ എണ്ണം 4. അപ്പോ പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടാൻ. വേർഡ് റൂട്ട് ബ്യൂട്ടാൻ. ഓക്കെ, വേർഡ് റൂട്ട് കഴിഞ്ഞാല് ഹൈഫൻ ഇട്ടു. പിന്നെ ത്രിബന്ധനത്തിന്റെ പൊസിഷൻ ഏതാണ്, സ്ഥാനം ഏതാണ്? ത്രിബന്ധനം 1ാമത്തെ കാർബണിനും ഇവിടെ നിന്നേണ്ട ആവശ്യമില്ല, ഇവിടെ തൊട്ടടുത്ത് 1നും 2നും ഇടയിലാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? 1 എന്ന് പറയും. അതിലെ ചെറിയ സംഖ്യ 1ാമത്തെ കാർബണിനും 2ാമത്തെ കാർബണിനും ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം. അതുകൊണ്ട് നമ്മൾ അതിലെ ചെറിയ സംഖ്യയായ 1 പറയുന്നു, ബ്യൂട്ട് 1. ഇനി എന്ത് വേണം? ഹൈഫൻ ഇട്ടു. ദെൻ പിൻ പ്രത്യയം സഫിക്സ് ഈ കുടുംബത്തിന്റെ സഫിക്സ് എന്ന് പറയുന്നത് YNE ആണ്. അപ്പോ അയിൻ എന്ന് മലയാളത്തിൽ ഇങ്ങനെ എഴുതും, ബൈ.
ഇത് നമ്മൾ ഇംഗ്ലീഷിലാക്കിയാല് ബ്യൂട്ട് 1 ഐൻ. അതായത് ആൽക്കൈന്റെ അവസാനത്തെ ലാസ്റ്റ് 3 അക്ഷരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ബ്യൂട്ട് 1 ഐൻ. ആൽക്കീനും ആൽക്കൈനും പേര് പറയുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ത്രിബന്ധനം എവിടെയാണെന്ന് പറയുക, ത്രിബന്ധനത്തിന്റെ സഫിക്സിൽ മാത്രമാണ് കാര്യമായി മാറ്റം വരുന്നുള്ളൂ എന്ന കാര്യം. പിൻപ്രത്യയത്തിൽ മാത്രം. അവിടെ ആൽക്കീനില് നമ്മൾ ENE എടുക്കുമ്പോൾ ആൽക്കൈനില് YNE എടുക്കുന്നു എന്ന് മാത്രമേ കാര്യമായ വ്യത്യാസം ഉള്ളൂ. ബാക്കി എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെയാണ്. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്. ഈ C4H6 വരുന്ന മറ്റൊരു സംയുക്തം എഴുതാൻ. C4H6 വരുന്ന ഇതാണ് എന്ത് തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത്. ഈ തന്മാത്രാ സൂത്രം വരുന്ന മോളിക്കുലാർ ഫോർമുല വരുന്ന മറ്റൊരു സംയുക്തം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എഴുതാൻ പോവാ. ഒന്നിനും വ്യത്യാസം വരാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിന് ഇവിടെ തന്നെ ഈ സംയുക്തത്തിൽ തന്നെ പറയാം. അത് ഈ ത്രിബന്ധനം എടുത്ത് ഇപ്പുറത്തിട്ട വേറൊരു സംയുക്തമായി അല്ലേ? ഈ ത്രിബന്ധനം ഇവിടെയാണുള്ളത്, അതെടുത്ത് ഇവിടെ ഇട്ടാൽ മറ്റൊരു കോമ്പൗണ്ടായി. നോക്ക് നിങ്ങള് ആദ്യം അതിന്റെ കറസ്പോണ്ടിങ് ആൽക്കൈൻ ഞാൻ എഴുതുകയാണ് കേട്ടോ, എന്നിട്ട് അത് ആക്കാം. അപ്പൊ തെറ്റില്ല നമുക്ക്. ഈ ആൽക്കൈൻ എഴുതാൻ എന്താ എളുപ്പം? രണ്ടറ്റത്തും CH3, ബാക്കി ഉള്ളിലൊക്കെ CH2. അപ്പൊ ആൽക്കൈനായി. ഇനി ഇതിനെ നമ്മൾ ഒരു നിബന്ധന ഇവിടെ കൊടുക്കാം. അപ്പോ ഒരു ഹൈഡ്രജനെ ഇവിടെ കളഞ്ഞു, ഇവിടെ ഒരു ഹൈഡ്രജൻ കളഞ്ഞു. ഒരു നിബന്ധനം കൊടുത്തപ്പോ അപ്പുറത്തൊരു ഹൈഡ്രജനെ ഒഴിവാക്കി, ഇപ്പുറത്തൊരു ഹൈഡ്രജനെ. ഇനി ഇവിടെ ത്രിബന്ധനം കൊടുത്തപ്പോ വീണ്ടും ഒരു ഹൈഡ്രജനെ ഇവിടെ ഒഴിവാക്കി, ഇവിടെ ഒഴിവാക്കി. ഇപ്പോ സംയുക്തമായി. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? കാർബൺ എത്രയുണ്ട്? 1 2 3 4. അപ്പോ ബ്യൂട്ട് ഹൈഫൺ. സ്ഥാനം എത്രയാ? 1 2 3. 2ന്റെയും 3ന്റെയും ഇടയ്ക്കാണ്. അപ്പോ ബ്യൂട്ടി 2 അല്ലെ? ഇവിടുന്ന് എണ്ണിയാലും അങ്ങനെ തന്നെ 1 2 3. അപ്പൊ 2ന്റെയും 3ന്റെയും ഇടയ്ക്കാണ്. സഫിക്സ് എന്താണ്? തറവാട്ട് പേരിന്റെ അവസാനത്തെ അക്ഷരം ഐൻ. മറ്റൊരു സംയുക്തം നമ്മൾ എഴുതി. എന്താ ഇംഗ്ലീഷിൽ എഴുതാ? ബ്യൂട്ട് 2 YNE നമ്മൾ എഴുതി. അപ്പോ C4H6 ഉള്ള മറ്റൊരു സംയുക്തം എഴുതാൻ പറഞ്ഞപ്പോ നമ്മൾ ബ്യൂട്ടി 2E ഐൻ എഴുതി. അപ്പൊ ഈ രണ്ട് സംയുക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ സംയുക്തത്തിലെ കാർബൺ ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിലാണ് എന്ന് പറയാം. രണ്ടാമത്തെ സംയുക്തത്തില് ട്രിപ്പിൾ ബോണ്ട് അല്ലെ ത്രിബന്ധനം രണ്ടാമത്തെ കാർബണിലാണ്, അല്ലെ 2നും 3നും ഇടയിലാണ് നിൽക്കുന്നത്. ഇത് തമ്മില് അതാണ് മാറ്റം. എന്നാൽ പോലും ഇത് രണ്ടും 2 സംയുക്തങ്ങളാണ് എന്ന് നമ്മൾ അറിയുക. ബ്യൂട്ട് 1 ഐനും ബ്യൂട്ട് 2 ഐനും രണ്ടും 2 കോമ്പൗണ്ട്സ് ആണ്, 2 സംയുക്തങ്ങളാണ് എന്ന് നമ്മൾ അറിയുക. ഓക്കെ, അപ്പൊ നമ്മള് C4H6 ഉള്ള മറ്റൊരു സംയുക്തം എഴുതാൻ പറഞ്ഞപ്പോ ഇത് നമ്മൾ കൃത്യമായി എഴുതി. ഇനി അടുത്ത ഒരു ചെറിയ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ടെക്സ്റ്റില്, അത് നമുക്ക് ചെയ്യാം. നോക്കുക, ഒന്നാമത്തെ കോമ്പൗണ്ട് ദ്വിബന്ധനമുള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ അതിന്റെ പിൻപ്രത്യയം അഥവാ സഫിക്സ് എന്ന് പറയുന്നത് ഈനാണ്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബൺ ഉണ്ട്. ഏതൊക്കെ കാർബണിന്റെ ഇടയിലാണ് ദ്വിബന്ധനത്തിന്റെ സ്ഥാനം? 1നും 2നും ഇടയിലാണ്. അപ്പോ ഇതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്ന 3 കാർബൺ ഉള്ളത് കൊണ്ട് അതിന് നമ്മള് പ്രൊപ്പ് എന്ന് പറയാം. പ്രൊപ്പ് കഴിഞ്ഞ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വേറൊരു രീതി ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പ് 1 ഈൻ. പ്രൊപ്പ് 3 കാർബൺ ഉള്ളതിന് പ്രൊപ്പ് എന്ന് പറയും. 1നും 2നും ഇടയിലാണ് നിബന്ധനം, അതുകൊണ്ട് 1 എടുത്തു. അതിലെ ചെറിയ സംഖ്യ 1 എടുത്തു. പിന്നെ ഈ കുടുംബം നിബന്ധനമുള്ള കുടുംബമാണ്. അതിന്റെ അവസാനം പറയുന്നത് ഈൻ എന്നാണ്, സഫിക്സ് ആയി പറയുന്നത്. അഥവാ സഫിക്സിന്റെ മലയാളം എന്താണ്? പിൻപ്രത്യയം ഈനാണ്. ഇത് നമ്മൾ നോക്കുക. ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ നിബന്ധനം ഇവിടെ വന്നാലും അങ്ങനെ തന്നെയാണ്. ഈ നിബന്ധനം എടുത്ത് ഇവിടെ ഇട്ടാലും പ്രൊപ്പ് 1 തന്നെ എഴുതും. കാരണം പ്രൊപ്പില് നിബന്ധനം എവിടെ ഇട്ടാലും 1 തന്നെയാ വരാം. ഇവിടെ ഇടുമ്പോ നമ്മൾ ഇവിടുന്ന് എണ്ണി 1നും 2നും 1 2 3.
എന്നാൽ ഇവിടെ ആ ദ്വിബന്ധനം ഇട്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നുണ്ടാവും? ഇവിടുന്ന് അങ്ങോട്ടുണ്ട് 1 2 3. അപ്പോ അപ്പോഴും 1നും 2നും അടിക്കാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമുക്ക് ഈ പ്രൊപ്പീന്റെ കാര്യത്തില്, പ്രൊപ്പ് 1ന്റെ കാര്യത്തിൽ എന്ത്, ഈ സ്ഥാനം പറയണമെന്നില്ല. എങ്ങനെ എഴുതിയാലും മതി, പ്രൊപ്പീൻ എന്ന് എഴുതിയാലും മതി. പ്രൊപ്പീൻ എന്ന് സ്ഥാനസംഖ്യ ഇടാതെ എഴുതിയാലും ഇത് ശരിയാണ്. കാരണം സ്ഥാനസംഖ്യ എങ്ങനെയായാലും പ്രൊപ്പിന്റെ കാര്യത്തില് ഒന്നേ വരുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രൊപ്പ് 1 എന്ന് പറഞ്ഞാലും ശരിയാണ്, വെറുതെ പ്രൊപ്പീൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തത് ഹെക്സ് 2E എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹെക്സ് 2E. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, കാർബൺ അങ്ങ് തീർക്കാം മുഴുവൻ. 1 ഹെക്സ് ആണ്, അപ്പൊ 6 എണ്ണം നമുക്ക് എഴുതാം. 1 2 3 4 5 6. കാർബൺ കംപ്ലീറ്റ് ചെയ്തു. 2E എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2E എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടു 2E നായി. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാം. അറ്റത്ത് CH3, ഇവിടെയും CH3. ഇവിടെ നിബന്ധനമായോണ്ട് ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് CH2 കൊടുത്തു. ഇവിടെ CH2 കൊടുത്തു. ഇവിടെ രണ്ടിടത്തും നിബന്ധനമുള്ളത് കൊണ്ട് ഓരോ ഹൈഡ്രജൻ കുറവാ വരിക. H2 ഇല്ല, H മാത്രമേ. കണ്ടല്ലോ, എഴുതിയ വിധം മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ അല്ലാതെയും നമുക്ക് എഴുതുന്ന ഒരു വിധം ഞാൻ അതും കൂടി ഇവിടെ പറയാം. നമ്മൾ ആദ്യം ഇതിന്റെ ആൽക്കൈൻ എഴുതാം. എളുപ്പം അതാണ്. ഇതിന്റെ ആൽക്കൈൻ എഴുതാം. ഹെക്സ് ആണ്. അപ്പൊ നമ്മൾ ഹെക്സൈൻ എഴുതാൻ പോകട്ടോ. നോക്കിക്കോണേ, ഹെക്സൈൻ CH3 CH2. എഴുതാൻ ഒരു പണിയില്ല. CH2 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 3 2 5 1 6. ഇതിന്റെ ഹെക്സൈൻ എഴുതി. ഹെക്സൈൻ എഴുതാൻ എന്താ എളുപ്പം? അതങ്ങനെ നമ്മൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? തെറ്റാതിരിക്കാൻ വേണ്ടിയാ. രണ്ടറ്റത്തും CH3, ബാക്കിയെല്ലാം CH2 എന്നാണ് ഹെക്സൈൻ. ഇനി ഈ ഹെക്സില് ഒരു നിബന്ധനം കൊടുക്കണം. എവിടെ കൊടുക്കുക? 2നും 3നും ഇടയ്ക്ക്. അപ്പോ ഇതാണ് 2നും 3നും ഇടയ്ക്ക്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു നിബന്ധനം കൊടുത്തു. നിബന്ധനം കൊടുക്കുമ്പോ അപ്പുറവും ഇപ്പുറവും ഓരോ ഹൈഡ്രജൻ കുറയ്ക്കണം എന്നേ അർത്ഥമുള്ളൂ. നിബന്ധനം നമ്മൾ ഇവിടെ കൊടുത്തപ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഹൈഡ്രജൻ കുറയ്ക്കണം. ഇവിടെ 2 എന്നുള്ളത് 1 ആക്കി, ഇവിടെയും 2 എന്നുള്ളത് 1 ആക്കി. കഴിഞ്ഞു. വളരെ സിമ്പിൾ, വളരെ മറ്റേതിനേക്കാൾ സിമ്പിൾ ഇതാണെന്ന് തോന്നും. ആദ്യം ആൽക്കൈൻ എഴുതുക, അതിനുശേഷം നിബന്ധനം വേണ്ട സ്ഥാനത്ത് കൊടുക്കുക. കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ഹെക്സ് 2E പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സംയുക്തം ത്രിബന്ധനമുള്ള സംയുക്തമാണ്. നോക്കുക, 1 2 3 4 5. 5 കാർബൺ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് പെന്റ് എന്ന് പറഞ്ഞു. വേർഡ് റൂട്ട് അഥവാ പദമൂലം പെന്റ്. ഹൈഫൺ ഇട്ടു. ഹൈഫൺ ഇട്ട് കഴിഞ്ഞ് ത്രിബന്ധനത്തിന്റെ സ്ഥാനം ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ സംഖ്യയാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണുമ്പോ 1 2 3. 2നും 3നും ഇടയ്ക്കിൽ. അപ്പൊ നമ്മൾ 2 എന്ന് പറഞ്ഞു. അതിലെ ചെറിയ സംഖ്യ 2. പിന്നെ പെന്റ് 2. ഇതേ തറവാടാ? ത്രിബന്ധനമുള്ള തറവാടാണ്. അതുകൊണ്ട് നമ്മൾ അയിനിൽ അവസാനിപ്പിച്ചു. ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതാണെങ്കിൽ പെന്റ് 2YNE എന്ന് എഴുതി. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. അടുത്തത് തിരിച്ചെഴുതുന്ന വീണ്ടും വന്നിരിക്കുന്ന ഒന്ന് ഹെപ്റ്റ് 3I. ഹെപ്റ്റ് ആണ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ നമ്മൾ 7 എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം. 7 ആൽക്കൈൻ എഴുതിയിട്ട് തിരിച്ചു പോയാൽ കുറച്ചുകൂടെ നല്ലതാണ്. നോക്കാം നമുക്ക്. ആദ്യം ഞാൻ 7 ഹെപ്റ്റൈൻ എഴുതാൻ പോവാം. CH3 CH2 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 4 5 6. ഹെപ്റ്റ് 3I നമ്മൾ എഴുതാൻ പോകും. അപ്പൊ അത് എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം ഹെപ്റ്റൈൻ എഴുതി. നോക്കൂ, 1 2 3 4 5 6 7 എഴുതി. ഇത് പേന വെച്ച് എഴുതുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഒന്ന് വെട്ടിയിട്ട് മാറ്റി എഴുതിയാൽ മതി വേണമെങ്കിൽ. അല്ലെ വേറെ എവിടെയെങ്കിലും എഴുതിയിട്ട് റഫ് എഴുതിയിട്ട് തിരിച്ച് ആൻസർ കറക്റ്റ് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് എഴുതാൻ എന്താ എളുപ്പം? ഹെപ്റ്റൈൻ എഴുതാൻ രണ്ടറ്റത്തും CH3, ബാക്കിയെല്ലാം CH2. ഒട്ടാകെ എത്ര ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും.
1 2 3 4 5 6 7. ഇപ്പൊ നമ്മൾ എഴുതിയത് എന്താ? ഹെപ്റ്റേൻ ആണ് എഴുതിയത്. ഇനി നമുക്ക് ഇതിനെ ഹെപ്റ്റ് 3 അയിനിലേക്ക് മാറ്റണം. അപ്പൊ ഹെപ്റ്റ് ഓക്കെ 3 അയിനാണ്, മൂന്നാമത്തെ കാർബണിൽ അയിൻ ത്രിബന്ധനം എന്നാ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാർബണില് ത്രിബന്ധനം എന്ന് പറഞ്ഞാൽ 3നും 4നും ഇടയ്ക്ക് ത്രിബന്ധനം എന്ന അർത്ഥം. നോക്ക് നമ്മള് 1 2 3 4 ഈ 3നും 4നും ഇടയ്ക്കാണ് ത്രിബന്ധനം വരിക. അപ്പൊ നമ്മൾ അത് ഇട്ടാ മതി. ത്രിബന്ധനം ഇപ്പൊ ഇവിടെ ഏകബന്ധനാണ്, നമ്മൾ ദ്വിബന്ധനം ഇട്ടപ്പോ ഒരു ഹൈഡ്രജൻ പോയി. ഓക്കെ, ത്രിബന്ധനം കൊടുക്കുമ്പോ വീണ്ടും അടുത്ത ഹൈഡ്രജനും പോകും. ഇങ്ങനെ കറക്റ്റായി കഴിഞ്ഞു. ത്രിബന്ധനം കൊടുത്തപ്പോ അടുത്ത ഹൈഡ്രജനും പോയി. അപ്പൊ ഈ ഏകബന്ധനമുള്ള സംയുക്ത എഴുതി ഇങ്ങനെ പോയാൽ നമുക്ക് യാതൊരു കാരണവശാലും തെറ്റില്ല. ഇപ്പൊ നമ്മൾ ഹെപ്റ്റ് 3 അയിൻ എഴുതി കഴിഞ്ഞു. ഹെപ്റ്റ് 3 അയിൻ എഴുതി കഴിഞ്ഞു. അപ്പൊ പട്ടിക പൂർത്തിയാക്കിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്യാം. ഇനി നമ്മൾ SSLC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ താഴെ കുറെ സംയുക്തങ്ങളുടെ തന്മാത്ര വാക്യം, മോളിക്കുലാർ ഫോർമുല, തന്മാത്ര സൂത്രം തന്നിട്ടുണ്ട്. അത് ഏകബന്ധനം ഉള്ളതാണോ, ദ്വിബന്ധനം ഉള്ളതാണോ, ത്രിബന്ധനം ഉള്ളതാണോ എന്ന് നമ്മൾ പറയണം. അല്ലെങ്കിൽ ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്ന് പറയണം. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ഏകബന്ധനം ഉള്ളത്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ദ്വിബന്ധനം ഉള്ളത്, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ത്രിബന്ധനം ഉള്ളത് എന്നതിന്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കുക, ഇതിന്റെ ഒരു എളുപ്പ മാർഗമുണ്ട്. ഇതിങ്ങനെ കൂട്ടിക്കലർത്തി തരും. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി നോക്കാതെ കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കുക, ആദ്യത്തേത് എടുക്കുക. കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജന്റെ എണ്ണം. കാർബണിന്റെ എണ്ണം 4 ആണ്, ഹൈഡ്രജന്റെ എണ്ണം 8 ആണ്. അപ്പൊ നമ്മള് അത് അങ്ങനെ വന്നാൽ ദ്വിബന്ധനമുള്ള സംയുക്തമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽക്കീൻ എന്ന് പറയാം. ഓർക്കുക, കാർബണിന്റെ എണ്ണത്തിന്റെ കറക്റ്റ് ഇരട്ടിയാണ് ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അത് ദ്വിബന്ധനമുള്ള ആൽക്കീനായിരിക്കും. അടുത്ത് നോക്കുക, C2H6 കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടുതലാണെങ്കിൽ, ഇവിടെ കാർബണിന്റെ എണ്ണം 2, ഇരട്ടി എന്ന് പറഞ്ഞാൽ 4, 4ൽ കൂടുതലാണെങ്കിൽ അത് ഏകബന്ധനമായി. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ആൽക്കൈൻ എന്ന് പറയാം. ഏനിൽ അവസാനിക്കും. അപ്പൊ എങ്ങനെയാ അത് മനസ്സിലാവുക? കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടുതലാണ് ഹൈഡ്രജന്റെ എണ്ണം. കാർബണിന്റെ എണ്ണം 2, ഇരട്ടി 4, 4ൽ കൂടുതലാണല്ലോ 6. അപ്പൊ അത് ഏകബന്ധനായിരിക്കും. ഇവിടെ 3, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കുറവാണെങ്കിൽ അത് ത്രിബന്ധനമായിരിക്കും. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്, അതിന്റെ പേരാണ് ആൽക്കൈൻ എന്ന് പറയും. എങ്ങനെയാണ്? കാർബണിന്റെ എണ്ണത്തിന്റെ ഡബിള്. എത്ര ഇരട്ടി? ഇവിടെ കാർബണിന്റെ എണ്ണം 3, ഹൈഡ്രജന്റെ എണ്ണം 6 വരണം. അതാണ് ഇരട്ടി എന്ന് പറയും. ഇരട്ടിയിൽ കുറവാണ് ഇവിടെ, 6ൽ കുറവാണ് 4. അപ്പൊ C3H4 എന്ന് പറഞ്ഞാൽ ത്രിബന്ധനമായിരിക്കും. കാർബണിന്റെ 3 കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടുതലാണെങ്കിൽ ഏകബന്ധനം, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണെങ്കിൽ ദ്വിബന്ധനം, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കുറവാണെങ്കിൽ ത്രിബന്ധനം. നോക്കാം, C4H6 എന്താ? കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി എത്രയാ? 4ന്റെ ഇരട്ടി 8, 8ൽ കുറവാണ് ഹൈഡ്രജൻ 6. അപ്പൊ നമ്മളിത് ത്രിബന്ധനം. SLCയിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എടുത്തതാണ്. ആൽക്കൈൻ ആണിത്. ഇവിടെ നോക്ക്, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടി 5 ആണ്, 5ന്റെ ഇരട്ടി 10 ആണ്, അതിൽ കൂടുതലാണ്, ഇരട്ടിയിൽ കൂടുതൽ വന്നു. 12 എന്ന് പറയുന്നത് ഇരട്ടിയിൽ കൂടുതലാണ്. അപ്പോ ഏകബന്ധനാണ്. സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട് ആണ്, അതിന്റെ പേരാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, C2H4 എന്താ? കാർബണിന്റെ എണ്ണം 2, ഇരട്ടി 4, ഇരട്ടി എന്ന് പറഞ്ഞാല് ദ്വിബന്ധനമാണ്. ആൽക്കീൻ. ഓക്കെ, അടുത്തത് C2H2 എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കുറവെന്ന് പറയണം. കാർബണിന്റെ എണ്ണം 2, അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 4, 4ൽ കുറവാണ് C2H2.
അപ്പോ അത് എന്താണ്? ത്രിബന്ധനം. ആൽക്കൈൽ. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനമുള്ള സംയുക്തങ്ങളെ വേർതിരിക്കുകയും തരംതിരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും. കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കൂടുതലാണെങ്കിൽ ഏകബന്ധനം, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണെങ്കിൽ ദ്വിബന്ധനം, കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ കുറവാണെങ്കിൽ ത്രിബന്ധനം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിങ്ങനെ എഴുതുമ്പോ തരംതിരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ക്ലാസ്സുകൾ വരുമ്പോ ഇത്തരത്തില് എക്സാമിന് ചോദിക്കുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെയാണ് നിർത്തുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റ്, കെമിസ്ട്രിയും ഫിസിക്സും ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പാഠങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോ എല്ലാവർക്കും നന്നായി പഠിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.